90s കാലഘട്ടത്തില് ആൽബം സോങ്സ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവാണ് ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഇനിയും ഒരു പ്രണയം, അതിനിയും ഒരു ജന്മം, നിന്നെ എനിക്കിഷ്ടമാണ് ദേറുബ, എന്നും എന്റെ സ്വപ്നമാണ് ദേറുബ. എന്നെയൊന്ന് പ്രേമിച്ചാലും തേടി പൂങ്കരളെ. നമ്മളൊക്കെ മണ്ണിൽ വന്നത് ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയി വന്നിട്ടുള്ള നിലനിൽക്കുന്ന ജനങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ ആൾക്കാർക്കും പറയാനുള്ളത് പോലെ തന്നെ വളരെ കഷ്ടപ്പാടിൽ നിന്ന് വന്നൊരു മനുഷ്യനെയാണ്. ഉപ്പ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു വികാരമേ വേറെയാണ്. എനിക്ക് ലോകത്ത് എന്തെങ്കിലും നഷ്ടം എന്ന് തോന്നിയിട്ടുണ്ട്. പ്രണയമൊക്കെ ഒരു നഷ്ടമായിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഞങ്ങളെ ചെറുപ്പത്തിൽ ഞാൻ സൈക്കിളൊക്കെ ആവശ്യപ്പെട്ടാൽ ഒരു സെക്കൻഡ് ഹാൻഡ് പോലും വാങ്ങിത്തരാൻ കഴിഞ്ഞില്ല. എന്നെ തൃപ്തിപ്പെടുത്താൻ എനിക്കൊരു സൈക്കിൾ പീടിയെന്ന് ഒരു വീലില്ലേ, അത് വാങ്ങി തന്നു. അന്ന് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. എൻ്റെ മോനെ എനിക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ജീവിതത്തിൽ ചെയ്തു തരാൻ പറ്റിയ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് പുള്ളി. അത് ഭയങ്കര മിസ്സിങ്. അത് എനിക്കൊരു നല്ല കാലം അവരുടെയൊക്കെ അനുഗ്രഹം പ്രാർത്ഥന കൊണ്ട് പഠിച്ചോൻ തന്നല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ മോന് നല്ലൊരു മേഖലയിലല്ലേ ഉള്ളത്. അപ്പൊ അവൻ പോയി ഒരു വാടക വണ്ടിയിലോ ബസ്സിലൊക്കെ പോയി ഇറങ്ങുമ്പോ ഒരു സുഖമില്ല. ഒറ്റ മിനിറ്റ്. അദ്ദേഹം എനിക്ക് സാധിച്ചെന്ന പോലെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ മകന് ഒരു വണ്ടി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനും പറ്റും. അവന് ഞാനില്ലാത്ത സമയത്ത് അവന്റെ ഉമ്മാനും പെങ്ങന്മാരൊക്കെ കൊണ്ടുപോകാനും ഒക്കെ. Inji, my meal partner. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് നമ്മുടെ ചാനലിൽ ഒരുപാട് നാളായിട്ട് ഈ എന്താ പറയാ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു പ്രശസ്തമായ ഒരു നെയിമാണ്. അദ്ദേഹത്തിനെ ചോദിച്ചുകൊണ്ട് ഒന്ന് ഇന്റർവ്യൂ എടുക്കുക, ആളെ കൊണ്ടുപോകാൻ, നിങ്ങൾ എല്ലാവരെയും കൊണ്ടുപോകുന്നു, എന്തുകൊണ്ട് ഇത്രയും നല്ല അടിപൊളി ഒരു കലാകാരനെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ കൊണ്ടുവന്നില്ല എന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഇദ്ദേഹത്തെ ഒരുപാട് കോണ്ടാക്ട് ചെയ്തു. പക്ഷെ ഇക്കയുടെ തിരക്കുകളൊക്കെ മൂലം ഇപ്പോ 2026 അങ്ങനെ നമുക്ക് ഇക്കനെ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഏവരുടെയും എന്താ പറയാ 90s കാലഘട്ടത്തില് ആൽബം സോങ്സ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവാണ് ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നത്. നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട കൊല്ലം ഷാഫി. നമസ്കാരം ഇക്ക. വെൽക്കം ടു ദ ഷോ. ഇക്ക ലാസ്റ്റ് അങ്ങനെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ വന്നു. ഞങ്ങൾക്ക് ഒരുപാട് DMs ഒക്കെ വരാറുണ്ട്, ലൈക്ക് മ്യൂസീഷ്യൻസ് റിലേറ്റഡ് ഇന്റർവ്യൂസ് എടുക്കുമ്പോൾ എന്തുകൊണ്ട് കൊല്ലം ഷാഫിനെ വിളിക്കുന്നില്ല, ഇക്കനെ കൊണ്ടുവരൂ മലബാർ സൈഡിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ നിന്നും ഒക്കെ. ഈ ഇടയ്ക്ക് ഇനിയിപ്പോ ഇക്കയാണ് ഇപ്പൊ കോളേജ് ഭരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ഒരുപാട് ട്രെൻഡിങ് വീഡിയോസ് ഒക്കെ കണ്ടു. ലൈക്ക് റാപ്പേഴ്സിന്റെ ഇടയില് നമ്മുടെ ലളിതമായ വാക്കുകൾ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയാ ഭയങ്കര കഠിനമായ വാക്കുകളൊന്നുമില്ല, നമുക്കും കൂടെ പാടാൻ പറ്റുന്ന വാക്കുകളിലൂടെ കോളേജ് പിള്ളേർ ഏറ്റെടുത്തു. അങ്ങനെ പറയുമ്പോ ആ ഒരു വ്യൂവിൽ കാണുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മള് തുടക്കത്തിൽ എന്താണോ കോളേജുകൾ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ ചെയ്യുന്നത് അതന്നെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് അങ്ങനെ പോയി അത് പ്രചരിപ്പിക്കാൻ ആരുമില്ല. ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇപ്പോഴും ഇന്നലെയൊക്കെ ആരോ എടുത്തിരുന്നുണ്ട്. അന്നത്തെ കോളേജിലത്തെ വീഡിയോ ക്യാമറ വെച്ചെടുത്തിട്ടുള്ള സാധനമൊക്കെ സോഷ്യൽ മീഡിയയിലല്ലോ. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഞാൻ 2024, 2025, 2023 ഒക്കെ പോയിട്ടുള്ള കോളേജുകളിൽ ഇതേ ഓളമുണ്ട്. പക്ഷെ അതായത് ആ പിള്ളേര് വൈബാണ്, നമ്മൾ വൈബാണെന്നല്ല പറയുന്നത്. ആ പിള്ളേർ അടിപൊളിയാണ്. അപ്പൊ അവര് എന്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ അധികമായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയ അവരവരുടെ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുന്നതല്ലാതെ ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ ഞാനവിടെ ചെന്നിറങ്ങിയ സമയം മുതലേ അവര് നമുക്കിങ്ങനെ തിരികൊളുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ കൂടെ നിന്ന് കത്തല്ലാതെ വേറെ രക്ഷയില്ല. അപ്പോ അവരുടെ ആ എനർജിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും കൂടെ കുറച്ച് എനർജറ്റിക് ആയിട്ട് കുറച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയ. പിന്നെ അത് മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയുന്ന പിള്ളേർ അതിനകത്തുണ്ട്. അതിന്റെ ഒരു കാരണം കൊണ്ട് അതങ്ങനെ
ഒരു ചർച്ച പോലെ പോയി എന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇക്കയുടെ വിജയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് മോഡായിട്ടാണ് ഇക്കയുടെ ഓരോ പാട്ടുകളും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ചില സമയത്ത് നമ്മളിങ്ങനെ കാറി പോകുമ്പോൾ ബോറടിച്ചാൽ ഇപ്പോഴും ഞങ്ങളും കേട്ടിട്ടുണ്ട് ഇക്കയുടെ ഒരുപാട് പാട്ടുകൾ. നല്ല രസം, ഒരു വൈബാണ് നമുക്ക് കാറിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഗെറ്റ് ടുഗദർ ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഇപ്പൊ ഇക്കയുടെ വിരഹ പ്രണയം ആയിക്കോട്ടെ, എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഇക്കയുടെ ഏറ്റവും വിജയം. കാരണം ഇപ്പൊ ഇക്കയ്ക്ക് കോളേജിൽ തന്നെ പോകുമ്പോൾ അറിയാൻ പറ്റും പിള്ളേരുടെ ചുണ്ടുകളിൽ ആ വരികൾ ഉണ്ടാവും. അതെ, ബൈഹാർട്ടാണ്. അതെ അതെ, അതൊരു ഇക്കയുടെ ഒരു ഭയങ്കര ഒരു വിജയമായിട്ടാണ്. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത് തന്നെ നമുക്കൊന്നും കൂടെ പറയാനുണ്ട്. അതായത് ഞാൻ ജീവിച്ചു വളർന്ന സാഹചര്യം എല്ലാവർക്കും പല ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയി വന്നിട്ടുള്ള നിലനിൽക്കുന്ന ജനങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ ആൾക്കാർക്കും പറയാനുള്ളത് പോലെ തന്നെ വളരെ കഷ്ടപ്പാടിൽ നിന്ന് വന്നൊരു മനുഷ്യനെയാണ്. നമുക്കൊരു ഈ പറഞ്ഞ മാതിരി നെപ്പോ കിഡ്സ് പരിപാടിയൊന്നുമില്ല. നമുക്ക് മുമ്പേ നമ്മളെ ബാപ്പ ഭയങ്കര പിന്നെ നടനായിരുന്നു, സംഗീതജ്ഞനായിരുന്നു, അല്ലെങ്കിൽ പാട്ടുകാരനായിരുന്നു, അതൊന്നും അവകാശപ്പെടാനില്ല. നമ്മള് ഈ വറ്റിപ്പഴപ്പിന് വേണ്ടി ജീവിതം നിലനിർത്താൻ വേണ്ടി അന്ന് അതൊരു പാഷനായിട്ടുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ടും ഇത്രേ പോകുന്ന കഴിവിനെ വലുതാക്കാൻ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് വരികയാണ്. അപ്പൊ നമ്മള് മനുഷ്യന്മാർക്ക് വേണ്ടി, അതായത് മനുഷ്യന്റെ ഈ സാധാരണക്കാരന് അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പാട്ട് എഴുതണം എന്നെനിക്ക് തോന്നി. ഒരു ഉദാഹരണം പറയാം. പാട്ടായ കഥ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ചാനലിൽ ഒരു സാധനം ചെയ്യാറുണ്ട്. ഒരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളൂ, ഇനി ചെയ്യാനുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞേ, ഇപ്പം നിന്നെ എനിക്ക് ഇഷ്ടമാണ് ദിൽറുബ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. എൻ്റെ അടുത്ത് എൻ്റെ ചങ്ങായി ഭയങ്കര സങ്കടകരമായി പറയാടാ, 3-4 ദിവസമായി ഞാൻ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഇടക്ക് അവളിന്റെ ഓട്ടോറിക്ഷ കയറലുണ്ട്. എന്റെ കൂടെ ഓട്ടോറിക്ഷ ഓടിച്ചാണ്, ഞാൻ പേര് പറയുന്നില്ല, അവന് മനസ്സിലാവും. അപ്പോ അവൻ അവളെ തന്നെ കെട്ടിയേ, അതും കൂടെ പറഞ്ഞുതരാം. അപ്പൊ നമ്മക്കാ കിട്ടാത്തുള്ളൂ. അപ്പോ ഇവ എന്നോട് പറയാ, ഇഷ്ടാണെന്ന് പറയണം, നീ എങ്ങനെങ്കിലും. ഞാൻ പണ്ട് എന്റെ സുഹൃത്തുക്കൾക്ക് ലവ് ലെറ്റർ എഴുതിക്കോളൂ. കൈയക്ഷരം വലിയ ഗുണമില്ല, പക്ഷെ അക്ഷരത്തെറ്റില്ലാതെ എഴുതാനും ഇച്ചിരിയൊക്കെ അവിടുന്ന് ഇവിടുന്ന് കേട്ടും വായിച്ചുള്ള അറിവുകൊണ്ട് അത്യാവശ്യം സാഹിത്യവൽക്കരിച്ച് ചെയ്താലൊക്കെ ശ്രമം നടത്തും, നാടൻ സാഹിത്യം. അപ്പോ പെട്ടെന്ന് വീഴ്ത്താനുള്ള കുറച്ച് വാക്കുകൾ എഴുതാം. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇനി ഇറങ്ങാൻ പോകുന്ന വർക്കിൽ ഉറപ്പായിട്ടും നീ ഓട്ടോറിക്ഷ പാട്ട് വെച്ചാൽ തന്നെ മതി. 4 പ്രാവശ്യം വെച്ചാൽ അവർക്ക് മനസ്സിലാവും നീ എന്താ പറയാൻ ഉദ്ദേശിക്കും. നിന്നെ എനിക്കിഷ്ടമാണ് ദിൽറുബ, എന്നും എന്റെ സ്വപ്നമാണ് ദിൽറുബ, എന്നുയിരായി പൊന്നഴകായി ഇനി എന്നും കൂടാൻ വാ. അനുപല്ലവി, നീ വരും വഴിയിൽ നിഴൽ പോലെ വന്നു ഞാൻ, തേൻമൊഴി കേൾക്കാൻ കാതോർത്ത് നിന്നു ഞാൻ, എന്റെ കുഞ്ഞിക്കിളി കൊഞ്ചും മഞ്ഞക്കിളി, എന്നെ കണ്ടില്ലെന്ന് നടിക്കല്ലേ, വിങ്ങും നെഞ്ചിനുള്ളിലെ പൊങ്ങും സ്നേഹത്തിരകൾ നിന്നെ പുണരുവാൻ കൊതിക്കുന്നു, എന്റെ റാണിയായി നിറസ്നേഹമായി പ്രിയമായി വരുമോ നീ. നിന്നെ എനിക്ക് ഇഷ്ടമാണെന്നല്ലോ പറയാം, ഐ ലവ് യു പറയാണ്. അതായത് ഒരു മനുഷ്യന് പച്ചയായിട്ട് എന്താണോ പറയാനുള്ളത്, നീ എന്നെ ഒന്ന് പ്രേമിച്ചാൽ എന്തേടി പൂങ്കരളെ. അത് ട്യൂണ് അത്രയും ഫേമസ് ആണല്ലോ, ഓൾറെഡി ട്രഡീഷണൽ നാടൻ പാട്ടിന്റെ. പ്രദീപ് അങ്ങനെ പറഞ്ഞ മറ്റേ തൃശ്ശൂരുള്ള ആ പുള്ളിയെ ഉണ്ടാക്കിയിട്ടുള്ള പാട്ടിന്റെ ട്യൂണാണത്, ആ ഭക്തിഗാനത്തിന്റെ. എന്നെ ഒന്ന് പ്രേമിച്ചാൽ എന്തേടി പൂങ്കരളെ, നമ്മളൊക്കെ മണ്ണിൽ വന്നത് സ്നേഹിക്കാനല്ലേടേ, എന്നോടൊന്ന് മിണ്ടിയാൽ എന്തേടി പൂങ്കരളെ പൂങ്കുയിലേ, നിന്നെ കണ്ട നാളു തൊട്ടിന്നോളം കേൾക്കാൻ കൊതിക്കുന്നടി. എന്നിട്ട് നമ്മള് പാലാണ് പ്രേമം തേനാണ് പ്രേമം ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ എന്നെ അടുത്ത് ജലാൽ പറഞ്ഞടാ, പ്രേമം കൊണ്ട് കുടുങ്ങി അണ്ണി പറഞ്ഞ ആൾക്കാരിൽ പെട്ടാണ് നീ. അപ്പൊ അങ്ങനെയുള്ള ആൾ, ഞാൻ പറയും ഇതേ പാട്ടിൽ തന്നെ നമുക്കൊരു ഹുക്ക് വെക്കാം, ഒരു കോറസ് വെക്കാം. പ്രേമിച്ചോരെല്ലാം നാശത്തിലാണ്, പ്രേമം വിഷക്കനിയാണ്. ഇതൊക്കെ ഉദാഹരണം ഞാൻ പറയാൻ കാരണം പാട്ടുകൾ നിലനിൽക്കുന്നത് ഇതുകൊണ്ടാണ്. അവരുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പലരും, എനിക്ക് ഇപ്പൊ എന്റെ പ്രായമുള്ളവരും എന്റെ താഴെ ഒരു 5 വയസ്സിന് ഇളയുള്ളവരും ഒക്കെ ഫാമിലി മാൻമാരായപ്പം എഴുതുകയാണ് ഞങ്ങളുടെ കൗമാരത്തെ മനോഹരമാക്കിയ. കാരണം അവര് എന്തൊക്കെ
പറയാൻ ആഗ്രഹിച്ചു അവരെ പ്രതിനിധിയായി നിന്നുകൊണ്ട് പ്രണയിച്ച് തോറ്റുപോയവനക്ക് വേണ്ടി ഞാൻ പാട്ട് എഴുതി. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞോട്ടെ പെണ്ണേ, ഒരു നാളും ഞാൻ മറക്കില്ല നിന്നെ. എൻ്റെ ഒരു സ്നേഹിതൻ പച്ച കുത്തിയിരുന്നു, അവളെ പേര് നെഞ്ചത്ത്. കൊറേ ദിവസം ഇങ്ങനെയൊക്കെ നടന്നേ. അപ്പോ പച്ചമഷി കൊണ്ട് പച്ചമഷി കൊണ്ട് വരച്ചിട്ടതിന്നും മിച്ചമിരിപ്പുണ്ടെന്നിട നെഞ്ചിൽ തന്നെ. കാരണം അവരുടെ വിരഹത്തില്, അവരുടെ പ്രണയത്തിന്റെ നല്ല സമയത്ത് ജീവിതം ഒന്നേയുള്ളൂ പെണ്ണേ, മണ്ണിൽ ജീവനായി നീയേയുള്ളൂ ഇന്നെന്റെ ഉള്ളിൽ. വേറൊന്ന്, ദൈവത്തോടെന്നും ഞാൻ പറയാറുണ്ട് പ്രിയ, 1000 നന്ദി വാക്കുകൾ നിന്നെ എന്റെ ജീവനായി ചേർത്തതിന്. അതായത് പടച്ചോനോട് നന്ദി പറയാണ് അവളെ കിട്ടിയവന്. കിട്ടാത്തവന് ഇനിയും ഒരു പ്രണയം, അതിനിയും ഒരു ജന്മം ഞാൻ കൊതിക്കുന്നു, കരളെ കാത്തിരിക്കുന്നു, നിന്നെ ഓർത്തിരിക്കുന്നു. അനുരാഗ നാളുകളിൽ ആദ്യത്തെ കുളിർമഴയിൽ നാവന്നു നനഞ്ഞു നിന്നില്ലേ, തമ്മിൽ പിരിയാതെ പുണർന്നു നിന്നില്ലേ അഴകേ, ഇനി ആ സംഗമം ഏതു ജന്മത്തിൽ. ഇനി പ്രവാസ ലോകത്തേക്ക് പോയവന്, ഞാൻ ഇന്നും ഗൾഫിലാണളിയ, ഈ ഗാനം മൂളി ഞാൻ ഇന്നീ നാട്ടിലാണളിയ, ഈ ഭാരം പേറി ഞാൻ ഇന്നീ കൂട്ടിലാണളിയ. ഇവൻ ഉരുകിയെരിയും ഒരു കനല്, ഇതളുതിർന്നു പഴകിയൊരു മലര്, ഇനി ഇതിലെ എവിടെയൊരു തണല്, ഇണതുണയിലരികിലൊരു നിഴല്. കാണുന്നോർക്കൊരു കൗതുകമില്ല കഥയാട്ടം പോലെ, കാണാതാരോ ചരട് വലിക്കും വിളയാട്ടം പോലെ. കാലങ്ങൾ ഒരുപാട് കൊഴിഞ്ഞു പോയി, നാട്ടിൽ പല പെരുന്നാളും കഴിഞ്ഞു പോയി, ഞാൻ ഇന്നും ഗൾഫിലാണളിയ, ഈ ഗാനം മൂളി. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥന. അല്ലാഹ് ഖൈർ ചെയ്യട്ടെ, ഒട്ടകമേട്ടിൽ സ്വപ്നമൊരുക്കും പ്രിയ സോദരർക്ക് അല്ലാഹ് ഖൈർ ചെയ്യട്ടെ. നമുക്ക് വേണ്ടി ഇത്രയും ത്യാഗോജ്വലമായി ജീവിക്കുന്ന, നാടിനു വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ സ്വന്തം സ്വപ്നങ്ങൾ ത്യജിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുള്ള ആണ് പ്രവാസ ലോകത്ത്. അപ്പൊ അവർക്ക് വേണ്ടി, അപ്പൊ ഈ മനുഷ്യരിൽ അധ്വാനിക്കുന്നതിന് വേണ്ടി, ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുനടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി, അതുപോലെ ഭക്തി അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യാനും അവരെ തൃപ്തിപ്പെടുത്താനും, അതിലൂടെ ആ പാട്ടിലൂടെ അവർക്ക് ദൈവത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് നോക്കിയാൽ കുറേ വിഷയങ്ങളെ, ചരിത്രപരമായ ഒരുപാട് വിഷയങ്ങൾ എനിക്ക് എൻ്റെ അറിവിന്റെ പരിമിതിയിലുള്ള എല്ലാം ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാറ്റഗറിയിലുള്ള ആസ്വാദകരും നമ്മളെ നിലനിർത്തി എന്നുള്ളതാണ്. ഇത് ഇത്തിരി അധികം പറഞ്ഞു പോയെങ്കിലും ഇതൊന്നും പാടാതെ പറയാതെ എനിക്കിത് അടയാളപ്പെടുത്താൻ പറ്റും, ഓഡിയൻസിന് മനസ്സിലാവില്ല. ഇപ്പൊ ഈ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഒരുപാട് പ്രണയ പാട്ടുകൾ എഴുതി സഹായിച്ചു. ഇപ്പൊ മകന് 18 വയസ്സ് കഴിഞ്ഞു. 22 വയസ്സ് കഴിഞ്ഞു. 18-ാം വയസ്സിൽ മകന് വണ്ടി മേടിച്ചു കൊടുത്തു ബർത്ത്ഡേക്ക്. എനിക്ക് വൈഫ് വന്ന ആദ്യത്തെ സമ്മാനാണ്. അപ്പൊ മകൻ ഇപ്പൊ സന്തൂർ ഡാഡി എന്നും കൂടെ ഒരു ടാഗ് ലൈൻ വന്നപ്പോ മകൻ ഇങ്ങനെ വന്ന് പറയും, ഇപ്പൊ എനിക്ക് ഈ ഒരു ആളെ വളക്കണം, എല്ലാരെയും സഹായിച്ചു, അന്ന് എനിക്ക് വേണ്ടി 2 പാട്ട്. അവൻ ക്രിസ്ത്യൻ കോളേജിലാണ് കോഴിക്കോട് +1 +2 പഠിക്കുന്നത്. ഓക്കെ. ആ സമയത്ത് കുറെ ഈ പറഞ്ഞ നമ്മളെ അതിനെന്തോ പറയല്ലോ, ഈ നൈമിഷികമായി ഉണ്ടായി പെട്ടെന്ന് ഇല്ലാണ്ടായി പോകുന്ന ആ പ്രണയത്തിന് എന്തോന്ന് പറയല്ലോ, പെട്ടെന്ന് വന്ന് ഇല്ലാണ്ടായി പോകുന്ന എന്തോ ഒരു സാധനം, അതിന്റെ ഇംഗ്ലീഷ് എനിക്കറിയാം. അപ്പോ അങ്ങനെ വന്നു പോയാൽ എന്നിട്ട് ബ്രേക്കപ്പ് ആവും. ആള് ഭയങ്കര ടെൻഷൻ അടിച്ച്, എന്റെ പ്രായത്തിൽ ഞാൻ ഉരുകിയെടുത്തുനിന്ന് ഞാൻ ഇവനെ കണ്ട് ചിരിക്കുക ചെയ്യാം, നിങ്ങൾ മുണ്ടാണ്ട് പോട് എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ മനസ്സിലാക്കും എന്തോന്ന് പറ്റി. അവൻ പതുക്കെ ഞാൻ സമാധാനിപ്പിക്കും, എന്റെ മോനെ ഇതിനേക്കാൾ നല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറ. അങ്ങനെ ഓള് തേച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ചില സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു പുള്ളി. അത് കഴിഞ്ഞ് ഇവൻ കഴിഞ്ഞ വർഷം ഒരു
പെരുന്നാൾ കിളി എന്ന് പറഞ്ഞ പെരുന്നാൾ ചിരി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആ വർക്കിന്റെ ഡയറക്ഷൻ ഇവനാണ്. അവൻ ഇവിടെ കൊച്ചിയിൽ വിഫ്റ്റില് കോഴ്സ് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടറായി ഇപ്പം വള എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്തു. കുറച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് കുറച്ച് ആഡ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡോക്യുമെന്ററി ഒക്കെ ചെയ്യുന്നു. മിടുക്കനാണ്. ക്യാമറ എഡിറ്റിംഗ് എല്ലാം അറിയാം, ഡയറക്ഷനും അറിയാം. അപ്പോൾ പുള്ളിയുടെ ഡയറക്ഷനിൽ ഞാൻ അഭിനയിക്കുന്ന ഒരു പാട്ട്, അതിനകത്ത് ക്രൗഡിൽ നിൽക്കാൻ വേണ്ടി കുറച്ച് കുടുംബാംഗങ്ങൾ വേണം. അതിനകത്തൊരു കുട്ടി വന്ന്, എൻ്റെ വൈഫുണ്ടായിരുന്നു ലൊക്കേഷൻ. ഇവള് പെട്ടെന്ന് നോക്കിയിട്ട് നമ്മൾ മോന് ആ കുട്ടീനെ ആലോചിച്ച്, ഞാൻ പറഞ്ഞ അത് എത്രയാ പഠിക്കുന്നതെന്നും കൂടി ഞാൻ അറിയാം, നിനക്ക് എന്താണ്. അപ്പം ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇവളിത് സീരിയസ് ആയിട്ട് എടുത്ത് അവരെ വീട്ടുകാരോട് സംസാരിച്ചു. അതങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഭാവിയില് അറിയില്ല അത്. ഇവൻ കുറച്ച് കഴിയുമ്പോ 2-3 കൊല്ലം കഴിയുമ്പോ, അല്ലെ അവള് കുറച്ച് കഴിയുമ്പോ അവര് ലൈഫിൽ എന്താണ് ഉള്ളത് നമുക്കറിയില്ല. അന്നും അവർ ഇതേപോലെയൊക്കെ പോവാണ്, തമ്മില് അവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയുമെങ്കിൽ, ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന വൈബാണെങ്കിൽ അവരൊരുമിച്ച് ജീവിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അവന് വേറെ ഇനിയിപ്പം പ്രത്യേകിച്ചൊരു പാട്ടൊന്നും വേണ്ട. പക്ഷെ അവന് എന്റെ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, മുത്തഴകൊത്തൊരു മണിമാലയായി മുത്തേ ഞാൻ നിന്നെയും കാത്തിരിപ്പു, പ്രണയത്തിൻ സുന്ദര തീരങ്ങളിൽ എന്നോമൽ റാണിയായി കൂട്ടുവരൂ, പൊന്നിൻ നിറമായി വിരിയും മുല്ലേ, വിരിയും പൂവിൻ മണമുള്ളോളെ, മഴവില്ലൊളി തൻ വർണ്ണങ്ങളായി തെളിയും നീ എൻ മനതാരിലായി. ഇതാണ് അവന്റെ ഫേവറേറ്റ്. ഈ 18ാം വയസ്സില് ബർത്ത്ഡേക്ക് അങ്ങനെ ഒരു കാർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, അങ്ങനെ ഒരു തോന്നാൻ കാരണം എന്താണ്? എന്റെ ഉപ്പാക്ക് കൂലിപ്പണിയെടുത്ത് ജീവിച്ച വളപ്പിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ മഹാമനുഷ്യൻ ഞാൻ കണ്ടതിൽ, എല്ലാവർക്കും അവരുടെ ഉമ്മ അപ്പന്മാർ വലുതാണ്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പടി കൂടുതൽ ഇഷ്ടം ഉപ്പാനോട്. ഉമ്മാന് ഇഷ്ടമല്ല എന്നല്ല, ഉമ്മയൊക്കെ നമുക്ക് ജന്മം തന്ന ആള്. ഉപ്പ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു വികാരമേ വേറെയാണ്. എനിക്ക് ലോകത്ത് എന്തെങ്കിലും നഷ്ടം എന്ന് തോന്നിയിട്ടുണ്ട്. പ്രണയമൊക്കെ ഒരു നഷ്ടമായിട്ട് അങ്ങനെ തോന്നുന്നില്ല. അതിനേക്കാൾ മികച്ചത് പടച്ചോൻ തന്നിട്ടുണ്ട് റജിലാനെ. അത് എന്നെ കുഞ്ഞുങ്ങളെ നോക്കും പോലെ നോക്കുന്നുണ്ട്. അത് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ നഷ്ടം എൻ്റെ ഉപ്പ. കഴിഞ്ഞ ദിവസം ഒരു സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരാള് ചോദ്യം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തെങ്കിലും ദൈവം, ആരെങ്കിലും ദൈവം തിരിച്ചു തരാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ആരെ എന്തിനെ പറയും, ആരെ പറയും? ഞാൻ ഒറ്റയടിക്ക് ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ എൻ്റെ ഉപ്പ. എനിക്ക് നഷ്ടം എന്ന് തോന്നിയിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന് ഞങ്ങളെ ചെറുപ്പത്തിൽ ഞാൻ സൈക്കിളൊക്കെ ആവശ്യപ്പെട്ടാൽ, ചുറ്റോടുള്ളവർക്ക് സൈക്കിളൊക്കെ ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് ഹാൻഡ് പോലും വാങ്ങിത്തരാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കി, അവസാനം എന്നെ തൃപ്തിപ്പെടുത്താൻ എനിക്കൊരു സൈക്കിൾ പീടിയെന്ന് ഒരു വീലില്ലേ, അത് വാങ്ങി തന്നു. അപ്പൊ പുള്ളി, ഞാൻ ഇത് ഉരുട്ടിക്കൊണ്ട് എല്ലായിടത്തും പോകും, അപ്പൊ എല്ലാരും കാണിക്കാൻ വേണ്ടിട്ടൊക്കെ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അന്ന് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. എൻ്റെ മോനെ എനിക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല, പക്ഷെ ജീവിതത്തിൽ ചെയ്തു തരാൻ പറ്റിയ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് പുള്ളി. അത് ഭയങ്കര മിസ്സിങ്. അത് കഴിഞ്ഞ് എനിക്കൊരു നല്ല കാലം അവരുടെയൊക്കെ അനുഗ്രഹം പ്രാർത്ഥന കൊണ്ട് പഠിച്ചോൻ തന്നല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ മോന് നല്ലൊരു മേഖലയിലല്ലോ ഉള്ളത്. അപ്പൊ അവൻ പോയി ഒരു വാടക വണ്ടിയിലോ ബസ്സിലൊക്കെ പോയി ഇറങ്ങുമ്പോ ഒരു സുഖമില്ല. ഒറ്റ മിനിറ്റ്. അപ്പോ ഉണ്ടായ അപ്പോ എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് അത്. അദ്ദേഹം എനിക്ക് സാധിച്ചെന്ന പോലെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ മകന് ഒരു വണ്ടി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനും പറ്റും. അവന് ഞാനില്ലാത്ത സമയത്ത് അവന്റെ ഉമ്മാനും പെങ്ങന്മാരൊക്കെ കൊണ്ടുപോകാനും ഒക്കെ അവനൊരു പ്രസ്റ്റേജ് ഉണ്ടാവട്ടെ അവന്റെ ലൈഫിൽ, ഒരു സമാധാനമായിട്ട്. അങ്ങനെ വന്നതാണ്. ഭയങ്കര ഫ്രീഡം ഉള്ള ഒരു പേരൻസ് ആണോ നിങ്ങൾ രണ്ടുപേരും? കാരണം എന്താ പറയുക, എനിക്ക് എൻ്റെ ഉപ്പ അങ്ങനെയാണ് തന്നിട്ടുള്ളത്. എൻ്റെ ഉപ്പ ഈ പറഞ്ഞ പോലെ നീ പാടാൻ പോകണ്ടെന്നോ, അല്ലെങ്കിൽ പാട്ടൊരു തെറ്റായ കാര്യമെന്നോ, അല്ലെങ്കിൽ അങ്ങനത്തെ മേഖലയിൽ ഇറങ്ങിയാൽ എൻ്റെ മോൻ പിന്നെ നരകത്തിൽ പോകുന്നോ
ഒന്നും പറഞ്ഞ് ഭയപ്പെടുത്താനൊന്നും നിന്നിട്ടില്ല. മനസ്സ് നന്നാക്കുക, നമ്മളെ എന്ത് സന്തോഷവും നമുക്ക് ലോകത്തോട് പറയാം, പക്ഷെ മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന സന്തോഷം പോലും സമൂഹത്തിലേക്ക് കൊണ്ടുവരരുത്. ഇത്രയൊക്കെ പുള്ളി പറഞ്ഞു. പിന്നെ 10 രൂപക്ക് പണിയെടുത്താൽ 2 രൂപ നമ്മളതല്ല, മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നല്ല പറയുന്നത്, നമ്മളതല്ല എന്ന് പറയുന്നത്, നമുക്ക് അവകാശപ്പെട്ടതല്ല. അതാണ് സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിലുള്ള എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഇഷ്ടപ്പെടുന്നത്. ഈ അസ്സലാമു അലൈക്കും പറയും പോലെ നിങ്ങളുടെ പേരിൽ രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറയുന്നത്, പിന്നെ ഞാൻ പഠിച്ച പ്രത്യയശാസ്ത്രത്തിൽ എനിക്ക് ആത്മാഭിമാനമുള്ളൊരു സാധനം അസ്സലാമു അലൈക്കും. അതുപോലെ ഒരു കാര്യമാണ്, നമ്മൾ അധ്വാനിക്കുന്നതിൽ നിന്ന് ഇത്ര ശതമാനം നമ്മളതല്ല, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ്. നല്ല കാര്യം. ഇതൊക്കെയാണ് എൻ്റെ ഉപ്പ എന്നോട് പഠിപ്പിച്ചത്. അല്ലാതെ നീ പാടാൻ പോകണ്ട, നീ ഇന്ന മേഖലയിൽ പോകണ്ട, അവിടെ നിന്ന് പിഴച്ചു പോകുന്നു എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളി എനിക്ക് ഏറ്റവും നല്ലൊരു സപ്പോർട്ടായിരുന്നു. പക്ഷെ നമ്മളെ നല്ല കാലത്ത് 2-2.5 വർഷമേ കിട്ടിയുള്ളൂ, പോയി. മുകളിൽ ഇരുന്നെല്ലാം കാണുന്നുണ്ടോ ഉപ്പ? അല്ലെ ഉപ്പനെ ഈ ഒരു നമ്മളെ അകത്തുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അതെ അതെ, നമ്മളെ അകത്തേക്കാണ് അവര് ശരിക്കും ചെല്ലുന്നത്. അവര് അസ്തമിച്ചങ്ങ് പോവില്ല, നമ്മുടെ അകത്തേക്ക് പോകുന്നതാണ്. ആ ഉത്തരവാദിത്വം കൂടി നമ്മളിലുള്ള അവരെ പിന്നെ പ്രതിനിധീകരിച്ച് പോവുക, കുടുംബത്തിനെ അവർ നോക്കിയ പോലെ നോക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇക്ക പണ്ടും ഒരുപാട് റൂമേഴ്സ്, ഇപ്പൊ ഈ ആൽബത്തിൽ അഭിനയിക്കുമ്പോ ഇപ്പൊ കെട്ടിയതിന് ശേഷം വൈഫിനോട് ഇവൻ അവളായിട്ട് സെറ്റാണ്, പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോ കൈരളി ടിവിയുടെ ഏതൊരു സീരീസിന് വേണ്ടി ഒരു കഴിഞ്ഞല്ലോ പ്രൊമോഷൻ ഇറങ്ങിയപ്പോ കൊല്ല ഷാഫിയൊക്കെ 2ാമത് വിവാഹിതനായിരിക്കുന്നു. അതിനേക്കാളും ആ പാവം പെൺകുട്ടി, ആ കുട്ടിയാണ് അതിന്റെ അങ്ങനത്തെ ഒരു പ്രത്യേക പേര് വരുന്നല്ലോ ആ മോള്. പാവം അത് കോട്ടയത്ത് അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടിനടുത്താണ്. എന്നിട്ട് അതിന്റെ അച്ഛൻ എന്നോട് വന്ന് പറയാ, കല്യാണ വീട്ടിൽ നിന്നൊക്കെ ചിലർക്ക് എന്നോട് ചോദിക്കണ്ടേ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്നതല്ലേ ചോദിക്കാൻ വന്നത്. ആ ഒരു പ്രൊമോ ഭയങ്കരമായിട്ട് അതെന്താ പറഞ്ഞാല്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ 3-4 കാരണങ്ങളെ കൊണ്ട് അസൂയാലുക്കളായ കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും നെഗറ്റീവ് കേൾക്കണം, എന്നിട്ട് അതൊന്ന് ആഘോഷിക്കണം. അവര് കേട്ട പാതി കേൾക്കാത്ത പാതി ഇത് അതിൽ അവർക്കും കൂടെ ചേർക്കാൻ പറ്റുന്ന ക്യാപ്ഷൻ കൂടി എഴുതി അങ്ങ് വിടുക. അതുകൊണ്ടാണ്. അല്ലാതെ നമ്മളെ ഇങ്ങനത്തെ ഒരുപാട് കേട്ടിട്ടാണ്. എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഇപ്പോഴായാലും ഇപ്പം ചെലവാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും അധികം പറയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാത്ത സമയത്ത് ഉപദേശം പോലെ, മോളെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അവൻ അങ്ങനെ ആയിപ്പോവും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രണയ രോഗമുള്ള ഒരാളും കൂടിയാണല്ലോ, ഓൾറെഡി ഒരു പ്രേമം നഷ്ടപ്പെട്ട ഒരാള്. അപ്പൊ നല്ല നല്ല പെൺകുട്ടികളുടെ കൂടെ അഭിനയിക്കാൻ ചാൻസ് കിട്ടുമ്പോ മനസ്സൊന്ന് അങ്ങോട്ട് പോയി പോവോ? ആ പേടി എന്തായാലും ഭാര്യമാർക്ക്, എല്ലാരും ആർട്ടിസ്റ്റുകളും ഭാര്യമാർക്കും ഉണ്ടാവും. അപ്പോ ആ പേടിയിലേക്ക് പെട്രോൾ ഒഴിക്കുകയാണ് ഇവരെ പരിപാടി. അത് പിന്നീട് പോകെ ഒക്കെ മനസ്സിലായി. ഞാൻ പലപ്പോഴും അവളോട് നല്ല കാലത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഈ പരിപാടി നിർത്തട്ടെ റജില, നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാലോ. അപ്പൊ എന്നോട് പറഞ്ഞ നമ്മളെ മക്കള് ഞാനിത് നിർത്തിക്കാൻ, ഞാൻ എഡ്യൂക്കേറ്റഡ് അല്ല, 10ാം ക്ലാസ് പൊരുതി തോറ്റ മനുഷ്യൻ. എനിക്ക് എവിടെ പോയി എന്ത് ജോലിയായി ചെയ്യാൻ പറ്റുക? നാടൻ പണിയെടുക്കണം. അതിൽ നിന്നുള്ള വരുമാനത്തിൽ ഞാൻ വളർന്ന പോലെ എൻ്റെ മക്കള് വീണ്ടും ഈ കണ്ട ദാരിദ്ര്യവും കണ്ട് വളരണ്ടേ? അവർക്ക് ഒരു അംബീഷൻ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാണ്ടാവും. അവരൊരു ഫ്യൂച്ചർ ബ്രൈറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തുടങ്ങി അവർക്ക് വേണ്ടി എന്തെങ്കിലും സേവിങ്സ് ഉണ്ടാവണം. അല്ലെ അവർ ഇപ്പൊ ആഗ്രഹിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു മുട്ടായി നല്ല വാങ്ങിച്ചു കൊടുക്കണം, നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ എനിക്ക് പഠിച്ചോൻ തുറന്നു തന്ന വലിയൊരു വഴിയാണ് കലാമേഖല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെന്തിനാണ് ഇവർക്കൊക്കെ വേണ്ടി നിർത്തുന്നതെന്ന് തിരിച്ചു ചോദിച്ച ആളാണ് എൻ്റെ ഭാര്യ, ഉമ്മയങ്ങ്. അതെ, ഞാൻ പലതവണ പല ഇൻസൾട്ടിങ്ങും ഈ മേഖലയിൽ നേരിട്ടിട്ട് പോയി കരഞ്ഞിട്ടുണ്ട് ഉമ്മാരുടെ അടുത്തൊക്കെ. എനിക്ക് ഈ ടെൻഷൻ വല്ലാണ്ട് പേറാൻ കഴിയില്ല. അതെ, കൂട്ടുകാരെ മുന്നിലോ വീട്ടുകാരെ മുന്നിലോ ഒക്കെ എപ്പോഴെങ്കിലും പൊട്ടിപ്പോവും. എന്നാലേ തീരുള്ളൂ, അല്ലെ ഇവിടെ കിടക്കും. ഇപ്പം ഈ ഒരു ന്യൂസ് കേട്ടതിന് ശേഷം ഇക്കാണ് എന്റെ ഫസ്റ്റ് ഗസ്റ്റ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഈ അടുത്തിടെ ഇപ്പൊ കുറച്ച് ട്രെൻഡിങ് എന്ന് ഞാൻ ഉപയോഗിക്കാൻ കാരണം, ലൈക്ക് ഇപ്പൊ ബസ് യാത്ര പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു ഇപ്പൊ വണ്ടി ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ നിങ്ങൾ ബസ്സായാലും ലോറി ആയാലും ഇടിച്ചും കയറിയൊക്കെ അതെ ഇപ്പോഴും പോകുന്ന ആൾക്കാരാണ്. ഇപ്പൊ ബസ് യാത്ര ചെയ്യുമ്പോൾ ആണുങ്ങൾക്ക് പ്രത്യേകം ഭയങ്കര പേടിയാണ്. ചില റീലൊക്കെ കാണുന്നുണ്ട്, ചിലതൊക്കെ സത്യമായിരിക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ പോലും ഒരു എന്താ പറയാ, മൊത്തത്തിൽ ആ ഒരു കാറ്റഗറി ഇത് ഫേക്ക് എന്നൊരു രീതിയിൽ ചുമ്മാ ഒരു ട്രെൻഡ് ആവാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു സഹോദരന്റെ നിസ്സഹായാവസ്ഥ. ഒരു ബസ്സില് നിങ്ങൾ എത്ര നല്ല വോൾവോ ബസ് മറ്റേതായിക്കോട്ടെ, റോഡ് അതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ബസ്സിൽ ആർക്കാണ് സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ വടി പോലെ നിൽക്കാൻ പറ്റുക? ഇല്ല. ഒരു ആട്ടം എല്ലാ മനുഷ്യന്മാരിലും ഉണ്ടാവും.
നിൽക്കുകയാണ്, സ്റ്റാൻഡിങ് ആണെങ്കിൽ ഉറപ്പാണ്. ഇവര് ഇരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് അവർക്ക് അത് ശരിയായില്ലെന്ന് മനസ്സിലായപ്പോ ഇറങ്ങാൻ ആ പുള്ളി മുന്നോട്ടുണ്ട്, അവിടെ നിൽക്കും. ആ ആളുടെ കൈയിന്റെ മുട്ടിന്റെ അടുത്ത് ഇവൾ പോയി നിൽക്കല്ലേ ചെയ്യുന്നത്. സത്യം നിങ്ങൾ ആ വീഡിയോ കാണും. എന്നിട്ട് അതിനെ സൂം ചെയ്തിട്ട് സ്ലോമോ ആക്കുകയാണ്. ഈ സ്ലോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു മൂമെന്റും കുറെ നേരത്തേക്ക് സംഭവിച്ച പോലെ തോന്നും. ഒരു ഫ്രാക്ഷൻ സെക്കൻഡ്സ് അത് പറയില്ലേ, ഇങ്ങനെ പോയ സംഭവം അത് പുള്ളി അറിഞ്ഞോണ്ടേ ചെയ്തതല്ല നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ വീഡിയോ കണ്ടാൽ സാധാരണ അന്നം കഴിക്കുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാവും. ഈ ഒരു സംഭവം കൊണ്ട് എന്നെ പോലെ ഒരാളായിരുന്നെങ്കിൽ, ഞാൻ പറയാം എന്റെ അവസ്ഥ ആയിരുന്നെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കാൻ ഞാൻ നിയമപരമായിട്ട് പോവുക. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ പെണ്ണിന്റെ പിന്നാലെ കൂടിയിട്ട് ഞാൻ അതിന് പരിഹാരം കാണുന്നു. പുള്ളിക്കാരൻ നിഷ്കളങ്കനായിരുന്നു എന്ന് ആ കൂട്ടുകാരുടെ സംസാരവും. ആ അമ്മ കരയുന്ന കണ്ടിട്ട് കരയാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. അയ്യോ, ആ അമ്മ കരയുന്ന കണ്ടിട്ട് ചങ്ക് പൊട്ടിപ്പോയി എനിക്ക് ആ വീഡിയോ കണ്ടിട്ട്. അത്രയും ദയനീയമായ ഒരു കുടുംബനാഥനെ ഇല്ലാണ്ടാക്കിയിട്ട് ഇവരെന്ത് നേടി? എല്ലാ സ്ത്രീകളും മോശക്കാരികളോ അല്ലെങ്കിൽ എല്ലാരും പറയുന്ന പരാതി കളവോ അല്ല, സത്യസന്ധമായ പരാതികൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എനിക്കിപ്പോഴും പറയാനുള്ളത്, ഈ ട്രോമ എന്ന് പറയുന്ന സ്റ്റേജ് എന്തിനാണ് സ്ത്രീകൾ അതും വെച്ചുകൊണ്ടിരിക്കുന്നത്? അന്തസ്സായിട്ട് ഒരു കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ പലരും സ്പോട്ടിൽ പ്രതികരിച്ച് എന്റെ അനുഭവത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്റെ മൂത്ത പെങ്ങളെ ബസ്സിൽ നിന്ന് മോശമായിട്ട് ഒരാൾ പെരുമാറിയിട്ട് ബസ് അവിടെ നിർത്തിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവള് നോക്കണം, അത് അവിടെ ഇത്രയും ജനമില്ലേ, ഇത് അയാൾ അങ്ങനെ മിസ്ബിഹേവിങ് ചെയ്തെങ്കിൽ ഈ നാട്ടുകാർ മുഴുവൻ കാണുന്ന ഈ സാധനത്തിൽ കൊടുക്കുന്നതിന് ബദൽ പോട്ടെ, ആ ബസ്സിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞൊരു പരാതിയൊക്കെ എടുത്ത് അതിന്റെ പേരിൽ ഇത് തെറ്റോ ശരിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നോക്കണ്ടേ? ഇതിപ്പോ എന്താ ഉണ്ടായേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ തരത്തില് മോശം കാണിക്കുന്നത് ചിലപ്പോ ഈ നിയമം കൊടുക്കുന്ന ആനുകൂല്യം കൊണ്ടായിരിക്കും. ഞാൻ ആസിഫ് അലിന്റെ ഒരു പടം കോട്ട് ചെയ്തുകൊണ്ട് പറയാം. എന്തായിരുന്നു ആ പടത്തിന്റെ പേര്? ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പടം ആഭ്യന്തര കുറ്റവാളി. അദ്ദേഹം ആ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ജഡ്ജിനോട്, സാർ ഇത് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ്, അല്ലാതെ പുരുഷന്മാരെ ഹരാസ് ചെയ്യാനുള്ളതല്ല, അവരുടെ ജീവിതം നശിപ്പിക്കാനുള്ളതല്ല എന്ന് പറയേണ്ടി വരും സാർ, അതൊന്ന് പറഞ്ഞു കൊടുക്കണേ. ഒന്ന് ആലോചിക്കുക. നമ്മൾ ആർട്ടിക്കിൾ ഇത്ര നമ്പറും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് വെച്ചിട്ട് പിന്നെ പുരുഷന്മാര് മുഴുവൻ അപരാധികളായി പോവുകയാണോ? ഇവിടെ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം സംഗതികളുണ്ട് തെളിവിന് വേണ്ടിയിട്ട്, എന്തെല്ലാം സംഭവമുണ്ട്. ഈ സ്പോട്ടിൽ പ്രതികരിക്കുക. എന്റെ പെൺകുട്ടികൾ, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. എന്റെ പെൺകുട്ടികളുടെ അടുത്ത് ഞാൻ പറഞ്ഞ ഗുഡ് ടച്ചും ബാഡ് ടച്ചും വളരെ ചെറുപ്പത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലുക്കിനെ കുറിച്ചും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അസ്വസ്ഥമായ സംഭവങ്ങൾ ആരുടെങ്കിലും വാക്കാലോ നോക്കാലോ പ്രവൃത്തിയാലോ ഉണ്ടായാൽ അവിടെ പ്രതികരിക്കണം. ഇത് 6 മാസം കഴിഞ്ഞിട്ടും 5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ഒരാള് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരിക. അതെങ്ങനെ പീഡനാണ്? ഒരാളുടെ കൂടെ ഉഭയകക്ഷി സമ്മതപ്രകാരം എല്ലാ നിലക്കും സഹകരിച്ചതിന് ശേഷം കുറെ കൊല്ലം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഡ്രോമയിലായിരുന്നു, ഇപ്പോഴാ ബോധം വന്ന് ഇന്ന ആള്, അപ്പോഴത്തേക്ക് അയാള് കുറച്ച് ഹൈപ്പിലെത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ ആളുകളെ മുഴുവൻ, അതായത് ഒരു ഉന്നതിയിൽ ഒരു മനുഷ്യൻ കയറിപ്പോവാണ്, അത് രാഷ്ട്രീയത്തിലായാലും കലാരംഗത്തായാലും ഒക്കെ, അവരെ കുടുംബസമേതം എങ്ങനെ നാറ്റിക്കാൻ പറ്റുമോ? അത് പണ്ടേ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഈ പരിപാടി കുറച്ച് പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട്, കുറച്ച്. അല്ലാതെ സമൂഹത്തിൽ എല്ലാവരും ഇല്ല. മാന്യമായി ജീവിക്കുന്നവര് വലിയ ശതമാനം ഇപ്പുറത്തുണ്ട് നല്ല പോലെ. അവര് ഈ പറഞ്ഞ പോലെ പ്രതികരിക്കും. ഇതുകൊണ്ടുണ്ടായ ഒരു നഷ്ടം ആർക്ക് നികത്തി കൊടുക്കാൻ പറ്റും? ഇനി ഈ പെണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കും സമൂഹത്തിൽ കണ്ടറിയണ്ട. ഇനി പ്രതികരിക്കുന്ന മനുഷ്യന്മാർ ഒരുപാടില്ലേ? ഇവിടുത്തെ നിയമം ശരിയായ നടപടി അവർക്കെതിരെ എടുത്തിട്ടില്ലെങ്കിൽ പൊതുജനങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ആവുന്ന രീതിയിൽ സമരവും മറ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന ഉറപ്പാണ്. വളരെ സങ്കടകരം, വളരെ ലജ്ജാവെന്നൊക്കെ പറയണം. ഒരിക്കലും ചെയ്യാൻ പാടില്ല അവരത്. മനസാക്ഷി ഉള്ള ഒരു മനുഷ്യൻ, പാവം മനുഷ്യനായതുകൊണ്ട് അയാള് ആത്മഹത്യ തിരഞ്ഞെടുത്ത്. ആലോചിക്കുക, ഞാൻ ഇത്ര നിഷ്കളങ്കനായി ജീവിച്ച ഒരു ലോകത്ത് എനിക്ക് ഇങ്ങനെ നേരിടേണ്ടി വന്നാൽ ഞാൻ ഇനി എന്തിന് എന്നുള്ള ചോദ്യമാണ് അയാളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടാവുക. സത്യം സത്യം. കാരണം അച്ഛനും അമ്മയൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള 2 വ്യക്തികളാണ്. അതെ, അതിനെ നോക്കുമ്പോഴത്തേനും മകൻ ഇങ്ങനെ ഒന്ന് അറിയില്ല. ഇന്നത്തെ ന്യൂസുകളിലെല്ലാം ഭയങ്കര പറഞ്ഞ പോലെ നമ്മളെയൊക്കെ ഭാര്യന്റെ അടുത്ത് പലരും പോയി പലതും പറയുന്നത്, അത് തന്നെ പഠിച്ചവനെ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ കുടുങ്ങുമെന്നുള്ള രീതിക്ക് ഞാൻ ന്യായീകരണത്തിന് ഒന്നിനും പോലില്ല. ഞാൻ എപ്പോഴും എന്റെ പല സുഹൃത്തുക്കളും എന്നോട് അവിടെ നിന്ന് ഇങ്ങനെ കേട്ടു ഇവിടെ നിന്ന് ഇങ്ങനെ കേട്ടു എന്ന് പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് എന്നെ അറിയാവുന്നിടത്തോളം എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നു അങ്ങനെ എടുത്തോളാം.
അതായത് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടത്, തൃപ്തികരമായി ഞാനത് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ തല്ലിയെന്നോ അല്ലെങ്കിൽ ഞാൻ കൊന്നുന്നോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തെന്നോ നിങ്ങൾ എന്താണോ കേൾക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളെ മനസാക്ഷി പോലെ എടുക്കാം. എനിക്ക് യാതൊരു പ്രശ്നമാകില്ല. കാരണം നമ്മൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും പ്രതിയാകുക ചെയ്യുന്നത്, നാണം കിടുക ചെയ്യുക നമ്മൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളുടെ അടുത്തും പറഞ്ഞു കൊടുത്തുള്ളതാണ്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പരമാവധി മൗനം പാലിച്ചൂടാ. കാലം അതിന് മറുപടി നിശ്ചയമായും കൊടുത്തിരിക്കും, ഉറപ്പാണ്. ഞാനതിൽ വിശ്വസിക്കുന്നുണ്ട്. ഇക്കതിനെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഒരുപാട് റാപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇക്കയ്ക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റ് മോഡായിട്ട് ഇക്ക കേൾക്കുന്ന ഏത് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യന്റെ സോങ് ആണ്? ബാക്കി ഒരുപാട് ഗായകരുണ്ട്, അതല്ല, ഇക്കയും ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് അല്ലെങ്കിൽ മ്യൂസീഷ്യൻ എന്ന രീതിയിൽ കടന്നു വന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു ഫേവറേറ്റ് ഒരു നിലവിലുള്ളതിലോ? നിലവിലോ ഒരാളെ പറയാൻ പറ്റൂ? അല്ല, ഇക്കൊക്കെ ഇഷ്ടമുള്ള എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും പറഞ്ഞു. ഏറ്റവും ഫേവറേറ്റ് വേടനാണ്. അതില് കാര്യം ഡാപ്സിന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. ഈ ഡാപ്സിന് കുറെ ട്യൂണുകളും വരികളും ഒക്കെ നല്ല കഴിവുള്ള കുറെ സാധനം. വേടൻ ഞാനൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ പലരും പറയാൻ ഭയപ്പെട്ട് നിന്ന കുറെ കാര്യങ്ങളെ ഉത്ബോധന രീതിയിൽ പറഞ്ഞു. അപ്പൊ ചില സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നിപ്പോ അങ്ങനത്തെ ജാതി ഇതൊന്നും എവിടെ ഇല്ല. ഞാൻ പറഞ്ഞു, ഈ സമൂഹത്തിൽ നമ്മളൊന്നും പോകുന്ന പോലെ പോവാത്തോണ്ടും എവിടെ അനുഭവം ഇല്ലാത്തോണ്ടാ, അല്ലാണ്ട് ഇതില്ലാണ്ടല്ല. ഇത് നിങ്ങൾക്ക് എവിടെ നിങ്ങൾ തൊഴിൽ മേഖല നോക്കിയാലും കലാമേഖല എടുത്താലും എവിടെ നോക്കി സോഷ്യൽ മീഡിയ തുറന്നാൽ മതി. നമ്മൾ പണ്ട് ലാലേട്ടനെയും മമ്മൂക്കാനെയും കാണുന്നത് ലാലേട്ടൻ മമ്മൂക്ക പടം ഇറങ്ങി അവരുടെ കഥാപാത്രത്തെ കുറിച്ചും എല്ലാത്തിനും കൂടി പെർഫോമൻസിനെ കുറിച്ചും. ഇന്ന് അതല്ല. ഇന്നാള് കോയ കാക്ക എന്നെല്ലാം പറഞ്ഞിട്ട് മമ്മൂക്കാനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പുറത്ത് സംഗീതം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് ഈ വൃത്തികെട്ട പരിപാടി എടുത്തു വെക്കുന്നത്? കലാകാരന്മാരെ പോലും അങ്ങനെ സോഷ്യൽ മീഡിയക്കകത്ത് പോലും ഈ വിവേചനമുണ്ട്. ആ വിവേചനം എവിടെ നിന്നാണ് കുത്തിവെക്കപ്പെടുന്നത്? അതിന്റെ അടിവേരിനെ കുറിച്ചാണ് വേടനെ പോലുള്ള ആളുകൾ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാലം മുമ്പേ പലരും എഴുതിയിട്ടുണ്ട് ഇത്. അപ്പം ആ പുതിയ കാലത്ത് ചെറിയ പ്രായത്തിൽ അവന് അത്രയും പറയാനുള്ള ഗട്സ് ഉണ്ടായി, അല്ലെങ്കിൽ അത് കുറെ എന്താ പറയാ മനസ്സുകളിലേക്ക് എത്തിക്കാനും ചിന്തിക്കാനും. അതുകൊണ്ട് സംസ്ഥാന അവാർഡ് വെറുതെ കൊടുത്തല്ലോ. എന്താണ് കൈതപ്രം സാറ് പറഞ്ഞ്, ഞാൻ നിങ്ങൾ സ്വഭാവ സർട്ടിഫിക്കറ്റിനല്ല ഞാൻ മാർക്ക് ഇടുന്നത്. അദ്ദേഹം എഴുതിയതിൽ കവിതയുണ്ട്. കവിത ഉണ്ട് എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാകുന്നതിനാ കവിത എന്ന് പറയാം. അതായത് എനിക്ക് മാത്രം സുഖം തോന്നുന്ന ഒരു സാധനത്തിനല്ല ഞാൻ പാട്ടുന്ന കവിത എന്ന് വിലയിരുത്തേണ്ടത്. മറ്റൊരാൾക്ക് കൂടെ അത് സമൂഹത്തിലേക്ക് ഉപകരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ വാക്ക് അല്ലെങ്കിൽ അവരുടെ കൂടെ നാവായിട്ടാണ് നമ്മളെ പേന ചലിക്കുന്നതെങ്കിൽ അതാണ് അവരുടെ മനസ്സും കൂടെ പറയാൻ ഉദ്ദേശിച്ചതാണ്. അതാണ് ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന സാധനം. മിണ്ടാൻ പറ്റാത്തവരുടെ വാക്കാണ് ശരിക്കും വേടൻ. കണ്ടിട്ടില്ല ഞാന്. പുള്ളി ഒരു ഖത്തറിലെങ്ങാണ്ട് ഇരുന്നിട്ട് ഒരു ഇതിൽ വീഡിയോയിൽ പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോ എന്നെ കുറിച്ച് ആരോ ഒന്ന് ചോദിച്ചപ്പോ, അയ്യോ ഷാഫിക്ക അത് ആൽബത്തിന്റെ കിങ് ആണ് പുള്ളി, മറ്റേ ഇത് പറയുന്നുണ്ട് പുള്ളി. ഞാൻ ഇരിങ്ങാലക്കുടയില് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇരിങ്ങാലക്കുടയിൽ ഒരു പുള്ളിയുടെ പ്രോഗ്രാമിന് പോയിട്ട് ആ തൃശ്ശൂർ സ്ലാങ്ങിൽ നല്ല രസമുണ്ട് കേൾക്കാൻ. വളരെ നിഷ്കളങ്കമായിട്ട് പറയാ, പാവണ ആള്. എന്നിട്ട് ഈ അങ്ങനെ ടിക്കറ്റിന് വേണ്ടി തല്ലൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പോയി കണ്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നേരിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയി കാണണം, അതാണ് അതിന്റെ റെസ്പെക്ട് എന്നൊക്കെ പറഞ്ഞു. എന്നെ വിളിച്ച് സംസാരിച്ചു. അതായത് കൊയിലാണ്ടിയിൽ 24-ാം തീയതി പിന്നെ SR3 എന്ന് പറയുന്ന ഒരു ടീമിന്റെ ബാനറിൽ വേടം വരുന്നുണ്ട്, വേട്ടക്കളം എന്ന് പറഞ്ഞിട്ട്. പറ്റാവുന്നവരൊക്കെ വന്നോട്ടെ. അപ്പൊ ഈ ആ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്ത് വിളിച്ച് ഞാനിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വേടനാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു നിമിഷം ഉണ്ടല്ലോ ഇപ്പൊ. അപ്പൊ എന്റെ അടുത്ത് എന്റെ മോൻ പറഞ്ഞ്, പണ്ട് നിങ്ങൾ വിളിച്ചപ്പോ അല്ലെ നിങ്ങളെ കോള് കിട്ടുമ്പോ ഒക്കെ പലർക്കും ഉണ്ടായിട്ട് അനുഭവം ഇതായിരിക്കും. പക്ഷെ ഞാനത് സമ്മതിച്ചു കൊടുക്കുക. ഞാൻ പറയും എന്ത് അത്ഭുതം, സാധാരണയല്ലേ ഒരുപാട് ആൾക്കാർ പാടുന്നു, ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തി കളയും. അപ്പൊ എന്നോട് പറയാം, ഇപ്പോഴോ നിങ്ങൾ ഇങ്ങനെ ആയില്ലേ? കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് കോൾ ചെയ്യുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അല്ലെ, നമ്മൾ ആരാധിക്കുന്ന ഒരു വ്യക്തി വലുതും വയസ്സിലല്ല പ്രവൃത്തിയിലാണ് നമ്മൾ. എന്റെ ഹസ്ബൻഡിന് ഫേവറേറ്റ് ആയിട്ട് ഒരു പാട്ടാണ് ചക്കര ചുണ്ടിൽ. അത് പാടിപ്പിക്കാതെ നീ വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ആയിട്ട് ആ പാട്ടും കൂടെ പാടി നമുക്ക് വൈൻഡപ്പ് കണ്ട നിമിഷം മനസ്സിനുള്ളിൽ താളമായി നിന്റെ കൂടെ കഴിയാൻ ഉള്ളിനുള്ളിൽ ദാഹമായി
ഒരു കാലമെങ്കിലും ഒരു നേരമെങ്കിലും നീ കൂടെയുണ്ടെങ്കിൽ എന്തൊരു രസമാ. ചക്കര ചുണ്ടിൽ തേച്ചു വച്ചൊരു പുഞ്ചിരി എന്മിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി ചൊല്ലുമോ നീ ഏതാ പറയുമോ പേരെന്താ അഴകേ അഴകേ തളിരെ കുളിരേ അഴകേ അഴകേ തളിരെ കുളിരേ. ഇത് ലത്തീഫ് എന്ന് പറഞ്ഞ തളിപ്പറമ്പുള്ള ഒരു മനുഷ്യൻ എഴുതിയതാണ്. ഓക്കെ ട്യൂണ് നിസാം തളിപ്പറമ്പ് ഓക്കെ ഓക്കെ തളിപ്പറമ്പുകാരാണ്. ഓക്കെ അവരുടെ പാട്ടാണ്. പാട്ടാണ്. ഓക്കെ